തജ്വീദ് പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 126-ാമത്തെ ക്ലാസ്സാണ്. തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ചാനൽ പരിശോധിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. സൂറത്തു ഇബ്രാഹീമിൻ്റെ 28-ാമത്തെ ആയത്ത് മുതലാണ്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകളിലേക്ക് എത്താനൊക്കെ സഹായകരമാകും. നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. 28-ാമത്തെ ആയത്ത്. ألم تر إلى الذين بدلوا نعمة الله كفرا وأحلوا قومهم دار البوار. ألم تر إلى الذين بدلوا അവിടെ നിർത്തുകയാണെങ്കിൽ ബദ്ദലു നിഅമതല്ലാഹി കുഫ്റാ. തൻവീൻ ഫത്ഹ് അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലങ്ങളെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. കുഫ്റാ ബദ്ദലു വഅഹല്ലു وأحلوا قومهم دار البوار جهنم يصلونها وبئس القرار. ജഹന്നമ ശബ്ദമുള്ള നൂന് മീമ് മണിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ് കേട്ടാൽ പോലെ നമ്മൾ ഒന്ന് ഓതി നോക്കുക. ആ രൂപത്തിൽ തന്നെ ഓതുക, മനസ്സിലാക്കിയിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓതിയാൽ പോരെ, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓതിയത് അത് മനസ്സിലാക്കുക. ശബ്ദുള്ള നൂനായത് കൊണ്ടാണ്, ശബ്ദുള്ള മീമായത് കൊണ്ടാണ് മണിച്ചത്. ജഹന്നമ യസ്ലൗനഹാ വബിഅ്സൽ ഖറാർ. വജഅലൂ ലില്ലാഹി അൻദാദാ وجعلوا لله أندادا ليضلوا عن سبيله وجعلوا لله أندادا ليضلوا عن سبيله قل تمتعوا فإن مصيركم إلى النار وجعلوا لله أندادا ليضلوا عن سبيله قل تمتعوا فإن مصيركم إلى النار. ശബ്ദമുള്ള നൂന് മണിക്കണം. സബീലിഹി സബീലി. 31-ാമത്തെ ആയത്ത്. قل لعبادي الذين آمنوا يقيموا الصلاة. ഹാത്താവ് സുക്കൂനുള്ള ഹ ആക്കി മാറ്റണം. യുഖീമുസ്സലാഹ് നിർത്തുന്നില്ല എങ്കിൽ യുഖീമുസ്സലാത വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറാ. തൻവീൻ ഫത്ഹാണ്. وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي. അവിടെ യാ നീട്ടാനുള്ള യാ ആയിട്ട് മാറും, അവിടെ സുക്കൂണിലെ യാ ആയിട്ട് മാറും. അതിന് മുമ്പ് കസറാണല്ലോ, അപ്പോൾ പിന്നെ നീട്ടാനുള്ളതായിട്ട് മാറും. അയ്യത്തി നിർത്തുന്നില്ല എങ്കിൽ അയ്യത്തിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. ഖിലാലുൻ എന്നാണ് നിർത്തുമ്പോൾ. ഖിലാൽ ലാമിന് സുക്കൂന്, തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ നീട്ടുകയും ചെയ്യണം. ഖിലാൽ. ഒന്നുകൂടെ. قل لعبادي അവിടെ നിർത്തുമ്പോൾ അങ്ങനെ തന്നെ നിർത്തുമ്പം നീട്ടാനായിട്ട് മാറും. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه
ഖിലാൽ. 32 അല്ലാഹുല്ലദീ വായ നിറച്ച് പറയണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇവിടെ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല മിനസ് സമാഇ മാഅ. അവിടെ തൻവീൻ ഫത്താണ്. തൻവീൻ ഫത്താണ് നിർത്തേണ്ടത്. സുക്കൂൻ പിന്നെ ഹാത്ത അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും അവിടെ അവസാനം അലിഫ് ഉണ്ടെങ്കിലും ശരി, അലിഫ് ഇല്ലെങ്കിലും ശരി. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ സിറ, അവിടെ തൻവീൻ ഫത്തിന്റെ ശേഷം ഒരു അലിഫുണ്ട്, അതുകൊണ്ടാണ് നീട്ടാൻ കരുതണ്ട. തൻവീൻ ഫത്ത് വന്നാൽ നീട്ടേണ്ടതാണ്. വഅൻസല മിനസ് സമാഇ മാഅ. എന്നാൽ ഹാത്താ വന്നാൽ വഅലാനിയത എന്ന് പറയരുത്. ഹാത്താ സുക്കൂനുള്ള ഹായിട്ട് മാറും. വഅലാനിയതൻ എന്ന് വഅലാനിയത എന്ന് സിറ വഅലാനിയത എന്ന് പറയരുത്. വഅലാനിയ വഅലാനിയ. ഇവിടെ വഅൻസല മിനസ് സമാഇ മാഅ അവിടെ നിർത്തുന്നില്ലെങ്കിൽ മാഅൻ ഫഅഖ്റജ ബിഹി എന്നുള്ള ബിഹി فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره. ها سكون لها إتمار بأمره. وسخر لكم الأنهار. ഒന്നുകൂടെ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല മിനസ് സമാഇ മാഅ فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار وسخر لكم الشمس والقمر دائبين. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം, നീട്ടാനില്ലെങ്കിൽ. ഇവിടെ സുക്കൂൻ ചെയ്തു, തൊട്ട് മുമ്പ് യാഇന് സുക്കൂന് വന്നത് കൊണ്ട് മദ്ദലീൻ വരും. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് നിർത്തുമ്പോൾ സുക്കൂൻ വരുമല്ലോ. അപ്പോൾ സുക്കൂന് തൊട്ട് മുമ്പ് യാഇന് സുക്കൂന് അസിലിയായ അവിടെ ചിഹ്നം സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടെങ്കിൽ യാഇന് സുക്കൂന് ചിഹ്നം അല്ലെങ്കിൽ വാവിന് സുക്കൂന് ചിഹ്നം. ഇവിടെ യാ ആയതുകൊണ്ട് യാഇനെ പറ്റിയാ പറയുന്നത്. യാഇന് സുക്കൂന് തൊട്ട് മുമ്പ് ഫത്ഹുമാണെങ്കിൽ ബ എന്നുള്ളത് ഫത്ഹാണ്. ബൈൻ തൈൻ കൈൻ ലൈൻ അവിടെ സൈൻ. അപ്പോൾ അവിടെ അവസാനത്തെ അക്ഷരം സുക്കൂന് തൊട്ട് മുമ്പ് യാഇന് സുക്കൂന് അല്ലെങ്കിൽ വാവിന് സുക്കൂന്. അതിനു മുമ്പ് ഫത്ത് ആവുകയും ചെയ്യുമ്പോൾ മദ്ദലീന് വരുന്നതാണ്. മദ്ദലീൻ എന്ന് പറഞ്ഞാൽ ചെറിയ നിലക്കൊന്ന് നീട്ടുക. ഒരു ക എന്ന് പറയുന്നത് പോലെ ബൈൻ എന്നല്ല ബൈൻ. അവിടെ മദ് മുത്തസ്വിലാണ്. അവിടെയും വരെ നിർത്തുകയാണെങ്കിൽ ലാമിന് സുക്കൂന് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ തൊട്ടുമ്പ് യാന് സുക്കൂൻ അതിന് മുമ്പ് ഫത്ഹാണ്. دائبين وسخر لكم الليل والنهار. അവിടെ നീട്ടാനുള്ള കാരണം എന്താ? റാഇന് സുക്കൂന് തൊട്ടുമ്പ് നീട്ടാനുണ്ട്. അവിടെ മദ് ആരിലാണ്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം വന്നാൽ അത് ഇനി അലിഫാകട്ടെ യാ ആകട്ടെ വാവാകട്ടെ ഏത് വന്നാലും മദ് ആരിൽ വരും. പുതിയൊരു മദ് ഉണ്ടാവും നിർത്തുമ്പോൾ. മദ്ദെ ലീൻ അങ്ങനെയല്ല. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ തൊട്ടുമ്പ് നീട്ടാനല്ല, തൊട്ടുമ്പ് യാഇന് സുക്കൂന് വാവിന് സുക്കൂന് അതിന് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യുക. അപ്പോൾ മദ് ലീൻ വരും. ഫത്ത് ആവുക എന്ന് പറയുമ്പോൾ
അതിന് മുമ്പ് ഗസറാണെങ്കിലോ ദാഇബൈൻ എന്നുള്ളിടത്ത് ഗസർ വരൂല. ഗസർ വന്നാൽ പിന്നെ യാ നീട്ടാനുള്ള യാ ആയിട്ട് മാറി. ബീന് എന്ന് പറയില്ലല്ലോ, അപ്പോൾ ബീൻ എന്നാവും. പോട്ടെ. وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار. അപ്പം ഇനി ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഇഖ്ലാബിൻ്റെ ക്ലാസ് പറഞ്ഞിരുന്നു. ഇഖ്ലാബ് പിന്നെ സുക്കൂണുള്ള നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ബ എന്ന വിഷയം പറഞ്ഞിരുന്നു. ആ ക്ലാസ് കേൾക്കാത്തവരെന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് മനസ്സിലാക്കാത്ത പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ, പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. ഒരുപക്ഷെ ഈ ക്ലാസ്സിൻ്റെ അവസാനമായിട്ട് ആ ക്ലാസ് വരും. കേൾക്കാത്തവരെന്ത് ചെയ്യുക, കേൾക്കുക. അല്ലെങ്കിൽ പിന്നെ ആ ക്ലാസ് കേൾക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യുക, അതിന് നേരെ മുകളിലൊരു ചിഹ്നം കാണുന്നില്ലേ, മുകളിൽ വലത്ത് ഭാഗത്ത് ഒരു എഴുതി കാണിക്കുന്നുണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ക്ലാസ് അതിൻ്റെ ക്ലാസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار. 34 وآتاكم وآتى എന്ന് പറയുന്നത് അലിഫാണ്, നീട്ടാനാണ്. താഇന് നീട്ടാനാണ്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്. ഹായിന് സുക്കൂൻ തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. വഇൻ തഉദ്ദു നിർത്തുകയാണെങ്കിൽ വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ എന്നാണ് നിർത്തിയത്. അവിടെ മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. മദ്ദിൻ്റെ ചിഹ്നം ഒരു വളഞ്ഞ ചിഹ്നം കാണുന്നില്ലേ, അപ്പോൾ അത് കൂടുതൽ നീട്ടാനുള്ള സ്ഥലമല്ലേ, അപ്പോൾ പിന്നെ കൂടുതൽ നീട്ടേണ്ടതെന്ന് ചോദിക്കേണ്ട. നിർത്തിയാൽ പിന്നെ സാധാരണ ഒരു നീട്ടല്ലേ നീട്ടുള്ളൂ. നിർത്തുന്നില്ല എങ്കിൽ ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. ലാ തുഹ്സൂഹാ നിർത്തി. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. وإذ قال إبراهيم رب اجعل هذا البلد آمنا وإذ قال إبراهيم رب اجعل هذا എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ അല്ലെങ്കിൽ ശബ്ദ വന്നാൽ നീട്ടുകയില്ല. ഹാദാൽ എന്ന് പറയുക, ഹാദൽ. അതിന് മുമ്പ് പിന്നെ പ്രത്യേകമായിട്ട് വസ്ലിൻ്റെ ഹംസ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു. വസ്ലിൻ്റെ ഹംസ ഒന്നും കൂടി പറയുമ്പോൾ വസ്ലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ ഇതാണ്. റബ്ബി കഴിഞ്ഞതിന് ശേഷം കാണുന്നൊരു അലിഫ് ഇല്ലേ, ആ മുകളിൽ ചിഹ്നമുള്ള അലിഫ്, അത് ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പുള്ള പദം ശേഷമുള്ള പദത്തിലേക്ക് ചേർക്കുമ്പോൾ, അപ്പോൾ റബ്ബി എന്നുള്ള മുമ്പുള്ള പദം, ആ റബ്ബിയെ ഇജിയാൽ എന്ന പദത്തിലേക്ക് ചേർക്കുമ്പോൾ ആ അലിഫ് പറയൂല. കൂട്ടി വായിക്കുമ്പോൾ ആ അലിഫ് ഉച്ചരിക്കേണ്ടതില്ല, ഉച്ചരിക്കാതെയാണ് വായിക്കേണ്ടത്. റബ്ബി ഇജിഅൽന ഉജുഅൽന അജുഅൽന ഒന്നും പറയുന്നത് റബ്ബിജിഅൽ. അവിടെ നിർത്തുകയാണെങ്കിൽ വഇദ് ഖാല ഇബ്രാഹീമു റബ്ബ് എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ, ഇനി ഓതുമ്പോൾ കൂട്ടി വായിക്കുന്നില്ല എങ്കിൽ ഇനി ഓതുമ്പോൾ അവിടെ നിന്നാണ് തുടക്കം. നമ്മൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തി, ഇനി ബാക്കി ഓതുമ്പോൾ തുടക്കമാണ്. അപ്പം ഈ ജിയാൽ അപ്പയാണ് ചേർത്തി വായിക്കുമ്പോൾ ഉച്ചരിക്കാത്തതും എന്നാൽ നിർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ൽ. ഇജ്അൽ ഹാദൽ ബലദ ആമിന. തൻവീൻ ഫത്ത് ആണ് നിർത്തേണ്ടത്. ആമിനൻ എന്നല്ല ആമിന, ആമിൻ എന്നല്ല ആമിന. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വജ് അവിടെയും കണ്ടില്ല വസ്ലിൻ ഹംസ.
വജ് വാജ് എന്ന് പറഞ്ഞാൽ അജ് എന്ന ഇജ് എന്ന വജു എന്ന് പറഞ്ഞില്ല, വസിലിന്റെ ഹംസ ഒഴിവാക്കണം. വജ്അൽ വജ്നുബിനി വജ്നുബിനി വബനിയ وبني أن نعبد الأصنام وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم ربنا إني أسكنت من ذريتي بباد غير ذي زرع ربنا إني أسكنت من ذريتي ബിവാദിൻ എന്നാണ് നിർത്തുമ്പോൾ ദാലിന് സുക്കൂന്. ബിവാദിൻ ഗൈരി ദീ സറ ഗൈരി ദീ നാവിൻ്റെ തലഭാഗം മേലെ പല്ലിൻ്റെ താഴെ ഭാഗത്തായിട്ട് വരും അല്ലെ. മേലെ പല്ലിൻ്റെ മുൻഭാഗത്തുള്ള പല്ലിൻ്റെ താഴെ ഭാഗത്ത് നാവിൻ്റെ ഈ തലഭാഗം, ഈ അറ്റത്തുള്ള തലഭാഗം മാത്രം തട്ട്. നേരെ മറിച്ച് നാവ് പുറത്തേക്ക് തന്നെ വരാൻ പാടില്ല. غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة ليقيموا എന്നുണ്ട്, നീട്ടാനുണ്ട്. ശേഷമുള്ള സ്വാദിന് ശബ്ദ ആയതുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരം, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഉച്ചരിക്കുന്ന അക്ഷരം, അതിൻ്റെ ഇടയിൽ അലിഫുണ്ട്. അലിഫിൻ്റെ മുകളിൽ 0 മാർക്ക് ഉണ്ട്, അത് ഉച്ചരിക്കൂല, അത് സുക്കൂനല്ല. അതിന് ശേഷം ഹംസത്തുൽ വസിലാണ്, അതും കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കൂല. ലാമുണ്ട്, ലാമിന് സുക്കൂനൊന്നുമില്ല, അപ്പോൾ അതും ഉച്ചരിക്കൂല. പിന്നെയുള്ളത് സ്വാദാണ്. ലിയുഖീമു, ഇവിടെ ഇപ്പോൾ എത്ര അക്ഷരം ഒഴിവാക്കി? 5 അക്ഷരം ഒഴിവാക്കി, ഉച്ചാരണത്തിൽ വരുന്നില്ല. അവിടെ വെട്ടിടാൻ നിൽക്കണ്ട. വാവ്, അരിഫ്, ഹംസത്തുൽ വസിൽ, ലാമ് അല്ലേ? എത്ര അക്ഷരം പോയി? 4 അക്ഷരം അല്ലേ? ليقيموا الصلاة فاجعل أفئدة من الناس فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إني أسكنت من ذريتي بباد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إنك تعلم ما نخفي وما نعلن അവിടെ നിർത്തിയപ്പോൾ നൂന് സുക്കൂന്, തൊട്ടുമ്പ് ലാമിന് കസറാണ്. ലിൻ وما نعلن ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء
ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء مدلين من شيء في الأرض ولا في السماء. 39 الحمد لله الذي وهب لي على الكبر الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. അൽഹംദുലില്ലാഹി അൽഹംദു അലിഫും ലാമും വന്നാൽ തുടക്കത്തിൽ ഹംസത്തുൽ വസല വന്നു, അവിടെ അലിഫും ലാമും ആണെങ്കിൽ അവിടെ ആ എന്ന വായിക്കേണ്ടത്. അലിഫും ലാമുമാണ്, അല്ലാത്ത ഒരു സ്ഥലത്തും ആ എന്ന് വായിക്കൂല. ഓർമ്മയിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. റബ്ബി ഇജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. അടുത്ത 41 ربنا اغفر لي. ശ്രദ്ധിക്കുക, റബ്ബന നാ എന്നാണുള്ളത്. ശേഷമുള്ളത് ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരം റൈനാണ്. റൈന് സുക്കൂനാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ ശബ്ദ വന്നാൽ നീട്ടുകയില്ല. റബ്ബന എന്ന് പറയാ. റബ്ബന ഗഫിർലി റബ്ബന ഗഫിർലി. റായിന് സുക്കൂന് മുമ്പ് കസറാണ്. റബ്ബന ഗഫിർലി റബ്ബന ഗഫിർലി. റായിന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. ഇവിടെ ഏതൊക്കെ എപ്പോഴൊക്കെ ശ്രദ്ധിക്കണം? നിസ്കാരത്തിൽ രണ്ട് സൂചനയിടയിലുള്ള ഇരുത്തം അല്ലേ? എന്താ വെച്ചാല് റബ്ബി ഗഫിർലി എന്ന് പറയില്ല, റബ്ബി ഗഫിർലി വർഹംനി. അതുപോലെ തന്നെ അവസാനത്തെ ദുആ അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ ഗഫിർ എന്ന് പറയില്ല, അല്ലാഹുമ്മ ഗഫിർലി. നല്ലതാണ്, ശ്രദ്ധിക്കുക. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. നമ്മൾ ഈ പറയുന്ന സംഗതികളൊക്കെ കേട്ടാൽ പോരാ, അതിങ്ങനെ ആവർത്തിച്ച് ശരിയാക്കണം. ശരിയല്ലാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ആ ദുആ പറഞ്ഞു. പിന്നെ അവസാനത്തെ ഏതിന് ശേഷമുള്ള ദുആ പറഞ്ഞു, സുജൂദിന്റെ ഇടയിലുള്ള ദുആ പറഞ്ഞു. രണ്ടിപ്പോൾ നമ്മൾ കേട്ടല്ലോ. ഈ കേട്ടതിന് ശേഷം ഇപ്പം നമ്മൾ ആരെങ്കിലും ഒന്ന് ചൊല്ലി നോക്കിയോ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള കാര്യം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഒന്ന് ചൊല്ലി നോക്കി. ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ചൊല്ലി നോക്കി. അതിന് മറക്കാൻ പാടില്ല. അത്തഹിയാത്ത് വരുമ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് അല്ലെങ്കിൽ സുജൂദിന്റെ ഇടയിലുള്ള സമയത്ത് അങ്ങനെ ചൊല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ട് തന്നെ ചെല്ലണം. അത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ആലോചിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല, ഈ വിഷയം ഇന്നതാണല്ലോ, അല്ലാഹുമ്മ ഗഫിർലി എന്നാണല്ലോ ചൊല്ലേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ ചെല്ലാം. അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു എന്ന് പറഞ്ഞിട്ട് ചെല്ലാം. അടുത്ത വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. ولا يحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار.
ولا تحسبن الله غافلا عما يعمل الظالمون ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء എന്ന് പറയുന്നത് ഹവാ എന്നല്ല ഹവാ مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا رأينا سكون بكسرة ترقيق جينا ربنا أخرنا إلى أجل قريب نجيب دعوتك قريب نجيب دعوتك ربنا أخرنا إلى മൂന്ന് സ്ഥലത്ത് മദ്ദിൻ്റെ മദ് മൂന്ന് സ്ഥലത്തും വരണം റബ്ബന മൂന്ന് സ്ഥലത്തും ഒരേ മദ്ദാണ് മദ് മുൻഫസിലാണ് മൂന്നും ഒരേ നീട്ടൽ നീ വരണം ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال وسكنتم في مساكن الذين ظلموا أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وسكنتم في مساكن الذين ظلموا أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال 46 وقد مكروا مكرهم وعند الله مكرهم وإن كان مكرهم لتزول منه الجبال وقد مكروا مكرهم وعند الله مكرهم وإن كان مكرهم لتزول منه الجبال
അവിടെ കാഫൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 47 فلا تحسبن ശബ്ദമുള്ള നൂന് മണിക്കുക. فلا تحسبن الله مخلف وعده رسله അവിടെ നീട്ടാനുണ്ട്. വഅദിഹി ചെറിയ നീട്ടൽ യാ ഉണ്ട്, അത് യാ ആയിട്ട് തന്നെ പരിഗണിക്കണം. ഫലാ തഹ്സബൻ. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ സംശയം ചോദിച്ചിരുന്നു, മുസാഫിൽ ചില നീട്ടാനുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ അക്ഷരങ്ങളിൽ യാനും വാവിനൊക്കെ നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടേക്ക് സുക്കൂനുണ്ട്. അത് ചില മുസാഫുകളിലുള്ള അതങ്ങനെയാണ്, എഴുത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് മുസാഫ് തെറ്റാണെന്നല്ല. അപ്പോൾ അത് എന്ത് ചെയ്യുക, തൽക്കാലം എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെ സാധാരണ കാരണം നീട്ടാനുള്ളത് എല്ലാ സ്ഥലത്തും യാനും വാവിനൊക്കെ സുക്കൂനാണ്. അപ്പോൾ അത് നമ്മൾ സുക്കൂനല്ലേ വിചാരിച്ചിട്ട് യാതൊരു സുക്കൂൻ കൊടുത്തുകൊണ്ട് ഓതുമ്പോൾ പ്രയാസമാണ്. അപ്പം നമ്മൾ ക്ലാസ് കേട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്താൽ പിന്നെ പരമാവധി നമ്മളെ ഈ ക്ലാസ് തന്നെ ഈ ഓതിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ഖുർആൻ തന്നെ സാധാരണ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഫ്, ആ സാധാരണ എഴുത്തുണ്ടല്ലോ, ആ എഴുത്ത് ഇപ്പം നമ്മൾ ഈ കാണുന്ന എഴുത്തുകൾ പഴയ മുസാഫ് ഉണ്ടല്ലോ, പൊന്നാനി മുസാഫ്, അതിലൊക്കെ എന്ത് ചെയ്യും, ഒന്ന് നോക്കിയാൽ ആ എഴുത്തും ഈത്തും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ അതിലേറെ ചില കാര്യങ്ങൾക്ക് വ്യത്യാസമുള്ള, ചില കാര്യങ്ങൾക്ക് വ്യത്യാസമില്ലാത്ത ചില എഴുത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണഗതിയിലുള്ള സാധാരണ മുസാഫ് നമ്മൾ എപ്പോഴും കൈവശം ഉണ്ടായിരിക്കുക. فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام. ذو انتقام. فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام. 48 يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. സൂറത്ത് ഇബ്രാഹിം ഒന്ന് വേഗം കഴിക്കാന്നുള്ള അർത്ഥത്തിലാണ്, വേഗം സ്പീഡ് മറ്റു വിഷയങ്ങളൊന്നും കിടക്കാത്തത്. فترى المجرمين يومئذ مقرنين في الأصفاد. وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار. سرابيلهم من قطران وتغشى وجوههم النار. അവിടെ നിർത്തി സുക്കൂൻ ചെയ്തു. 51-ാമത്തെ ആയത്ത് ലിയജ്സിയല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ليجزي الله كل نفس ما كسبت إن الله سريع الحساب. هذا بلاغ لي تنوين لا مرأ എന്നാൽ കൂട്ടി യോജിപ്പിക്കേണ്ടതാണ്. هذا بلاغ لي കൂട്ടിയാൽ മതി, മണിക്കണ്ട. هذا بلاغ للناس. അവിടെ നൂൻ നിശബ്ദനായത്, നൂനാണ് മണിക്കുന്നത്. للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب. هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب. إن شاء الله ഒന്നുകൂടി ഓതി നോക്കാം.
എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താഴെ കമൻറ്റിലായിട്ട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. പിന്നെ പ്രത്യേകിച്ച് മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടാതെ കിട്ടാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോഴും സ്ഥിരമായിട്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. താല്പര്യമുള്ളവരെന്ത് ചെയ്യുക, ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അറിയുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് അതിൻ്റെ ബെല്ലൈക്കണൊക്കെ ഒന്ന് പിന്നെ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്ലാസ് എപ്പോഴാണ് വിടുന്നത് അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഫോണിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് തന്നെ ക്ലാസ് കേൾക്കാനൊക്കെ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. നമ്മൾ 28-ാമത്തെ ആയത്ത് മുതലാണ് ഓതിയത്. ഒന്നുകൂടി ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر إلى الذين بدلوا نعمة الله كفرا وأحلوا قومهم دار البوار جهنم يصلونها وبئس القرار وجعلوا لله أندادا ليضلوا عن سبيله قل تمتعوا فإن مصيركم إلى النار قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء
رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال وسكنتم في مساكن الذين ظلموا أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكروا مكرهم وعند الله مكرهم وإن كان مكرهم لتزول منه الجبال فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار ليجزي الله كل نفس ما كسبت إن الله سريع الحساب هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب صدق الله العلي العظيم الحمد لله അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ ഈ ക്ലാസ് കേൾക്കാനും ഓതാനും പാരായണം ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി. അള്ളാഹു തആല നമ്മുടെ ഇൽമിൽ വർധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നീ നൽകണ റഹ്മാനെ, നാഫിയായ ഇൽമി നീ വർദ്ധിപ്പിച്ച് നൽകണ റഹ്മാനെ. ധാരാളമായിട്ട് ഇൽമ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അള്ളാഹ്. നീ തൗഫീഖ് പ്രദാനം ചെയ്യണ റഹ്മാനെ, നീ തൗഫീഖ് പ്രദാനം ചെയ്യണ റഹ്മാനെ. നിൻ്റെ പരിശുദ്ധ കലാമാണ് ഞങ്ങൾ ഓതിയിട്ടുള്ളത്. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥതയോട് ഞങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളിലുള്ള പോരായ്മകൾ റഹ്മാനെ റബ്ബേ എല്ലാം നീ പരിഹരിച്ച് പരിപൂർണമായിട്ടും നീ കബൂലാക്കി അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. നീ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാനെ. നീ ഓരോ ഹർഫുകൾക്കും ധാരാളം ഹസനാത്തുകൾ ഞങ്ങൾക്ക് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. ആ ഹസനാത്തുകൾ മുഴുവനും നൽകപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ കിതാബുകൾ റഹ്മാനായ റബ്ബേ നൽകപ്പെടുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ അതിലേക്ക് നോക്കി
സന്തോഷിക്കാൻ തൗഫീഖ് നീ നൽകണ റഹ്മാനെ. അതിനുള്ള സാഹചര്യം നീ നൽകണ റഹ്മാനെ. നീ സാഹചര്യം നൽകണ റഹ്മാനെ. അന്ന് അഭിമാനിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണോ എന്ന് പോലും ആശ്ചര്യപ്പെടുന്ന ആ ഒരു അത്ഭുതപ്പെടുന്ന ആ ഒരു സമയം റഹ്മാനെ റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നീ തൗഫീഖ് നൽകണ റഹ്മാനെ. അത് കൺകുളിർമ കാണാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. അതിനു വേണ്ടി റഹ്മാനെ റബ്ബേ ധാരാളമായിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. അതിനുള്ള സാഹചര്യം നൽകണ റഹ്മാനെ. അതിനുള്ള അറിവ് ഞങ്ങൾക്ക് നീ നൽകണ റഹ്മാനെ. തഖ്വ നൽകണ റഹ്മാനെ. ഇഖ്ലാസ് ഈമാൻ നീ നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, പൂർണ്ണ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും അവസാനം കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശറഫാക്കപ്പെട്ട പൂമുഖം ദർശിച്ചുകൊണ്ട് റഹ്മാനെ റബ്ബേ, ഈ ലോകത്ത് നിന്റെ മഹത്തുക്കൾ എങ്ങനെയാണോ വിട പറഞ്ഞത് അതുപോലെ ഞങ്ങൾക്കും വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല എങ്കിലും നിന്റെ പരിശുദ്ധ കലാമു മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരുപാട് മുഅ്മിനീങ്ങളായ ഉപ്പമാര്, ഉമ്മമാര്, സഹോദരിമാര്, മക്കളുണ്ട് റഹ്മാനെ റബ്ബേ. അവരൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളെ പ്രേക്ഷകരായ മുഴുവൻ ആളുകളെയും മുൻനിർത്തിക്കൊണ്ട് റഹ്മാനെ റബ്ബേ, അവരൊക്കെ മുഅ്മിനീങ്ങളാണ്, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ് റഹ്മാനെ റബ്ബേ. യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഇവരൊക്കെ ഈ പരിശുദ്ധ കലാം മുൻനിർത്തിക്കൊണ്ടൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഈ കലാം ഓതിയത് കാരണമുണ്ട്, ഈ മജ്ലിസ് കാരണമായിട്ട് റഹ്മാനെ റബ്ബേ ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. അവസാനം നന്നാക്കി തരണേ റഹ്മാനെ. ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. സൂഉൽ ഖാത്തിമയിൽ നീ പെടുത്തല്ല റഹ്മാനെ. ദുനിയാവിൻ്റെയും റഹ്മാനെ റബ്ബേ അതിൻ്റെ എല്ലാവിധ രസങ്ങളെയും തൊട്ട് റഹ്മാനെ റബ്ബെ ഞങ്ങളെ നീ മുരിച്ചു കളയണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഭൗതിക സുഖത്തോടെ റഹ്മാനെ റബ്ബെ അതിൽ ലയിച്ചു പോകുന്ന ആ ഒരു ഹതഭാഗ്യവാന്മാർ ഞങ്ങളിനി പെടുത്തല്ല റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവും വേണം ആഖിറവും വേണം റഹ്മാനെ റബ്ബെ. രണ്ടും റഹ്മാനെ റബ്ബെ, രണ്ട് ലോകത്തും വിജയിക്കുന്ന നിന്റെ യഥാർത്ഥ മുത്തഖീകൾ ഇനി ഉൾപ്പെടുത്തണം അല്ലാഹ്. നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.